ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 17ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് മെയിനായിട്ട് 2 പണിപ്പുര ടാസ്ക്കാണ്. അപ്പോൾ ഒന്നിൽ നമ്മൾ ആതിരയും നൂറിയായിരുന്നു പോയിരുന്നത്. അപ്പോൾ അവർക്ക് പോയിൻറ്റ്സ് വേണോ അതോ ഫാമിലി റൗണ്ടിലോട്ട് 3 പേരുടെ ഫാമിലി വരണോ എന്നായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ഒരു ഡിസിഷൻ. അപ്പോൾ അവർ ഫാമിലീനെയാണ് മതി എന്ന് പറഞ്ഞത്, പോയിൻറ്റ്സ് വേണ്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് ഈവൻ എനിക്കും തോന്നി ഇത് നല്ലൊരു ഡിസിഷനാണ്, ഈവൻ ഹൗസ് മേറ്റ്സിനും തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളെടുത്തത് നല്ലൊരു ഡിസിഷനാണോ, കാരണം ഫാമിലി റൗണ്ട് 11th 12th വീക്കൊക്കെ ആകുമ്പോഴാണ് എല്ലാ സീസണിലും വരാറുള്ളത്. കാര്യം 3 സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരാറില്ല. മേ ബി ചിലപ്പോൾ അവർ പണ്ടത്തെ ബിഗ് ബോസുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, മുൻ സീസണിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മേ ബി അവർക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അതായിരിക്കും അവർ സെലക്ട് ചെയ്തത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ സെലക്ട് ചെയ്ത ആൾക്കാരും അത്രയും ലോങ്ങിൽ ഉണ്ടാവുമോ എന്നുള്ളത് എന്താ പറയുക, അതും നമുക്ക് ഒരു ക്വസ്റ്റ്യനാണ്. കാരണം അത്ര നല്ലൊരു അപ്പാനിഷരത്തും ഒഴിച്ച് ബാക്കി രേണുസുതി ആണെങ്കിലും റന ഫാത്തിമയാണെങ്കിലും എനിക്കറിയില്ല, ചിലപ്പോൾ മേ ബി ഉണ്ടാവാം വോട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈവൻ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അത് നല്ല ഡിസിഷനാണോ എന്നുള്ളത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്താ പറയുക, സെക്കൻഡ് ടാസ്കിൽ ബിഗ് ബോസ് പറഞ്ഞത് ധൈര്യം ഉള്ള ആൾക്കാർ മാത്രം പോകാന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ജിസയിലും അനീഷും പിന്നെ നമ്മുടെ ആര്യനുമാണ് പോയത്. അപ്പോൾ ഇവരെ കുറേ പേര് ഇവരെയാണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് അവർ പോയി. അപ്പോൾ അനീഷിൻ്റെ ടാസ്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു എന്താ പറയുക, ബിഗ് ബോസിൻ്റെ ആ ടാസ്ക് ഏറ്റെടുത്തു. പക്ഷേ ആര്യനാണെങ്കിലും ജിസയിലാണെങ്കിലും അവർക്ക് സ്വിച്ച് ചെയ്യായിരുന്നു, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമായിരുന്നു അവരുടെ ടാസ്ക്. കാരണം ഓഫ് കോഴ്സ് ഏതൊരു ആക്ട്രസ് ആണെങ്കിലും അവരുടെ ഹെയർ കട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ഹെയറിനും സ്കിന്നിനും വേണ്ടിയിട്ട് അത്രയും എന്താ ടൈമും മണിയും എല്ലാം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പൈസ ആണെങ്കിലും സമയമാണെങ്കിലും. അപ്പോൾ ആക്ടേഴ്സ് അതേപോലെ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മേ ബി ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് മുടി വളരാം. ഇപ്പം ഈവൻ മുട്ട അടിച്ചാൽ പോലും ഇവിടുന്ന് പുറത്ത് പോകുമ്പോഴേക്കും അത്യാവശ്യം നന്നായി വരും. ഇപ്പോൾ ഇവർക്ക് ഇത്രയും നല്ലൊരു സിനിമ അല്ലെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് ചെയ്യില്ലേ? അപ്പോൾ ആവശ്യമില്ലാത്തൊരു ഇതായിപ്പോയി. പക്ഷേ ഹൗസ് മേറ്റ്സ് ആരും ജിസൈലിനെ ഫോഴ്സ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. ആരും ജിസൈലിനെ ഫോഴ്സ് ചെയ്യുന്നില്ല, എല്ലാവരും ആര്യനോടാണ് പറയുന്നത് ടാസ്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരും കുറേ ഡ്രാമയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ആവശ്യമില്ലാത്ത ഒരു ഡ്രാമയായി പോയെന്ന് എനിക്ക് തോന്നി. കാരണം ഹിന്ദുസിൽ എല്ലാവരും, ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളീസ് അച്ഛൻ മരിച്ചാൽ മാത്രമൊന്നല്ല തോന്നുന്നു ഹെയർ കട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കുറേ പേര് ഇപ്പം ഓരോ വഴിപാടിനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തർ ഹെയർ കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പഴനിയിലാണെങ്കിലും അതേപോലെ തിരുപ്പതിയിലാണെങ്കിലും ഒക്കെ. അപ്പോൾ മേ ബി നോർത്ത് ഇന്ത്യൻസിൽ അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയുക, അതായിരുന്നു ഇവർക്ക് സ്വിച്ച് ചെയ്യുമായിരുന്നു. സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ആര്യന് കുറച്ചും കൂടെ നല്ലൊരു വോട്ടും നല്ലൊരിതും കിട്ടിയേനെ. അത് ആര്യൻ നന്നായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം മറ്റുള്ള കുറേ പേര് അതിന് വില്ലിങ് ആയിരുന്നു, അഭിലാഷാണെങ്കിലും ശരത്താണെങ്കിലും. പക്ഷെ ആര്യന് കിട്ടിയ ചാൻസ് ആരും നന്നായി യൂട്ടിലൈസ് ചെയ്തില്ല എന്നാണ് തോന്നിയത്. പിന്നെ എല്ലാവരും അനീഷിനോട് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ലെറ്റർ വായിക്കാത്തതിനെ കുറിച്ചിട്ട്. ശരിയാണ്, അനീഷ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സംസാരിക്കാൻ സ്റ്റോപ്പ് ചെയ്യണം സീസൺ തീരുന്നത് വരെ എന്നുള്ളത്. അത് അനീഷ് അതുപോലെ ഫോളോ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒരു 17 ദിവസമായിട്ടുള്ളൂ. അനീഷ് ഇൻ കേസ് 100 ദിവസം നിൽക്കുകയാണെങ്കിൽ പോലും സംസാരിക്കാതെ ആ വീട്ടിൽ ഒരു കണ്ടൻറ്റും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് എത്രത്തോളം എന്താ പറയുക ആക്റ്റീവ് ആവും. ഒരു സംസാരിക്കാണ്ട് ആ വീട്ടിൽ ടാസ്ക് നമുക്ക് കളിക്കാം, ഓക്കെ, പക്ഷെ സംസാരിക്കേണ്ട ആ വീട്ടിൽ എത്ര നാൾ നമുക്ക് ഇരിക്കാൻ പറ്റും? നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കണ്ടൻറ്റോ ഒന്നും നമുക്ക് ഒരു ഫൈറ്റിലാണെങ്കിൽ ഒരു അഭിപ്രായം പറയാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അത് പോസിബിൾ എത്രത്തോളമാണെന്നുള്ളത് എനിക്കും തോന്നുന്നില്ല. മേ ബി ഒരു ലാസ്റ്റ് 1 വീക്കൊക്കെയാണ് പറയണത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇനി ഇത്രയും ദിവസം കിടക്കുകയാണ്, മോർ ദാൻ 50 ദിവസത്തിൽ കൂടുതൽ കിടക്കുന്നുണ്ട് ഇനി. അപ്പോൾ ഇപ്പോഴേ ഇങ്ങനെ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതാണ് വേറൊരു ടാസ്ക് ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈജീനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാവരും. ഇപ്പോൾ നമ്മൾ ഇപ്പം ഇന്നലെ തന്നെ കണ്ടു അനുമോള് കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ കയറി കുക്ക് ചെയ്യുന്നത്. ശരിക്കും ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട്
അപ്പോൾ അത് ഹൈജീൻ്റെ മാത്രം പ്രശ്നമല്ല, കാരണം സ്ലാബിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് കുക്ക് ചെയ്യുമ്പോൾ അതൊരു കുറച്ച് സേഫ്റ്റിയുടെയും കൂടി ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മുടെ ഡ്രസ്സ് എവിടെയെങ്കിലും ചെറിയൊരു തീപ്പൊരി മതി, അത് എത്രത്തോളം വലിയൊരു ഡേഞ്ചറാവും. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടാണെങ്കിൽ പോലും നമുക്ക് ഹൈറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു സ്ലാബിൻ്റെ മുകളിലോ ഒന്നും കയറിയിരുന്ന് ചെയ്യില്ല. ഇപ്പോൾ ആ വീട്ടിൽ അനുമോള് മാത്രമല്ല ഹൈറ്റ് കുറവുള്ള ആൾക്കാർ, വേറെ ആൾക്കാരുണ്ട്, അവരാരും ഈ സ്ലാബിൻ്റെ മുകളിൽ കയറി ഇളക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇൻ കേസ് ഇപ്പോൾ ഹൈറ്റ് കുറവാണെങ്കിൽ ഹൈറ്റ് ഉള്ള ഏതെങ്കിലും ഒരു കിച്ചൺ ടീം മെമ്പറിനോട് പറഞ്ഞാലും മതി. കാരണം അനുമോൾക്ക് വേറെ ഡ്യൂട്ടി എടുക്കാം. അതല്ലാണ്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഹൈജീൻ്റെ മാത്രമല്ല സേഫ്റ്റിയുടെയും വളരെ വലിയൊരു ഇഷ്യൂ ആണ്. അതെനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഈ എപ്പിസോഡിൽ എന്താണെങ്കിലും പറയുമായിരിക്കും ഇതിനെക്കുറിച്ചിട്ട്. പിന്നെ അതേപോലെ നമ്മൾ കണ്ടു നവീൻ താഴെ ഇരുന്നിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്നത്, അതൊന്നും ഒട്ടും ഒരു ഹൈജീൻ അല്ല. അത്രയും അവിടെ സ്ഥലമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ കിച്ചൺ ടീമിന് ഹൈജീൻ ഒട്ടും ഇല്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ വേറെ പറയുന്നുണ്ട് ബാത്റൂമിൽ വാഷ്റൂമിൽ എന്താ പറയുക നേരെ ക്ലീൻ ചെയ്യുന്നില്ല, അങ്ങനെയുള്ളൊരു ഇഷ്യൂ എനിക്ക് തോന്നുന്നു 2-3 എപ്പിസോഡിൽ നമ്മൾ കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നല്ല പറയണ്ടായിരുന്നു. അതേപോലെ രേണുസുതിക്ക് ഹൈജീൻ കുറവാണ്, അവർ മുടി അങ്ങനെ കഴുകാറില്ല, പേനാണ് തലയിൽ മൊത്തം എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ അതും ഹൈജീൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ കുറച്ചും കൂടെ ബിഗ് ബോസ് ഹൈജീൻ്റെ ഒരു ഇഷ്യൂവിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആർക്കും അങ്ങനെ ഒരു അസുഖമൊന്നും വരില്ല എനിക്ക് തോന്നുന്നു. കാരണം സീസൺ 2ലാണോ 3ലാണോ എന്ന് എനിക്കറിയില്ല, കുറേ പേർക്ക് കണ്ണിന് ഇഷ്യൂ ആയിട്ട് അവസാനം കുറേ പേരെ ഹോസ്പിറ്റലൈസ് ആയി, അങ്ങനെയെല്ലാം ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്വിമ്മിംഗ് പൂളിൽ ഉള്ളൊരു ഇഷ്യൂ, അതിന് ശേഷമാണ് തോന്നുന്നു സ്വിമ്മിംഗ് പൂള് നിർത്തിയത് ബിഗ് ബോസിൽ. അപ്പോൾ ഇപ്പോഴേ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ലാലേട്ടൻ ഈ വീക്കെൻഡിൽ വന്നതിന് ഹൈജീൻ ഒരു മെയിൻ ടോപ്പിക്കായിട്ട് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.